കൊല്ലം നിലമേലിൽ റോഡ് നന്നാക്കിയ ശേഷം മാത്രം വോട്ട് ചോദിച്ചാൽ മതി എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. വട്ടപ്പാറ തങ്കക്കല്ല് റോഡ് പണി പൂർത്തീകരിക്കാത്തതിനാലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. സ്ഥാനാർത്ഥികൾ ആരും വോട്ട് ചോദിച്ച് വരരുത് എന്നും തങ്ങൾ ഇത്തവണ ആർക്കും വോട്ട് ചെയ്യില്ല എന്നും നാട്ടുകാർ പറയുന്നു. തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട്. നിലമേൽ സ്വദേശികളുടെ ആവശ്യം സഞ്ചാരയോഗ്യമായ റോഡായിരുന്നു. അത് നടപ്പാക്കാത്തതിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഈ ഒരു നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ട് കൊടുക്കുന്നില്ല, നോട്ടയ്ക്കാണ് വോട്ട് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. പ്രധാനമായിട്ട് പൊടിയാണ്. പൊടി കൊണ്ട് ഞങ്ങളെ വീട്ടിലൊന്നും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. കൊച്ചുങ്ങൾക്കൊക്കെ അലർജി, ശ്വാസം മുട്ട്, അതുപോലെയുള്ള പല അവസ്ഥകളും, കോളേജിലും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിലമേലിലെ വേക്കൽ, വട്ടപ്പാറ, തേവയൽ, തങ്കക്കല്ല് ഭാഗത്തൂടി പോകുന്ന 6 കിലോമീറ്റർ റോഡ് 9 മാസമായി പൊളിഞ്ഞു കിടക്കുകയാണ്. പിന്നെ ആരോഗ്യപരമായിട്ട് എല്ലാവരും വളരെ കഷ്ടപ്പാടിലാണ്. അപ്പോൾ അവർക്കൊക്കെ ജീവിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ചൂട് കാലാവസ്ഥയിൽ പോലും ജനലുകളോ വാതിലുകളോ തുറന്ന് ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് വീടിനകത്തിരിക്കാൻ പറ്റത്തില്ല, പുറത്ത് ഇറങ്ങി പേടിച്ച് നിൽക്കാനും പറ്റത്തില്ല. വണ്ടികൾ പോകുമ്പോൾ കല്ല് തെറിച്ച് നമ്മളെ വീട്ടിനകത്തോട്ടാണ് വീഴുന്നത്. ഇതേ റോഡിൽ 5 മാസങ്ങൾക്ക് മുമ്പ് സ്കൂൾ ബസ് കുഴിയിലേക്ക് വീണ് 20ഓളം കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. വോട്ട് ചെയ്യുന്നില്ല. നമ്മൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ചെറിയ കാര്യമേ ഉള്ളൂ. നമുക്ക് ഉള്ള ദിവസം നമ്മൾ വോട്ട് ബഹിഷ്കരിക്കുകയാണ്. നോട്ടയ്ക്ക് ചെയ്യും, അല്ലെങ്കിൽ വോട്ടിന് പോകുന്നില്ല. 2020-21 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചതാണ്. എന്നാൽ ടെൻഡർ നടപടികളുണ്ടായ താമസം റോഡ് പണി അനിശ്ചിതത്വത്തിലാക്കി. ഇലക്ഷന് നമ്മൾ വോട്ട് ചെയ്യുന്നത് നോട്ടയ്ക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതല്ല. കാരണം അത് മടുത്ത് ആ രീതിയിലാണ്. നിരവധി തവണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മേലധികാരികളോട് പരാതിപ്പെടുകയും പല ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടും യാതൊരുവിധ നടപടികളും ഇതിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ജൂലൈയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോഡിന്റെ പണികൾ വീണ്ടും ആരംഭിച്ചു. നിർമ്മാണോദ്ഘാടനം സ്ഥലം MLA-യും മന്ത്രിയുമായ ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. എന്നാൽ 6 കിലോമീറ്റർ റോഡ് കുത്തിപ്പൊളിച്ച് മെറ്റൽ പാകിയതിനു ശേഷം കരാറുകാരനും ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമായതോടെ പണികൾ വീണ്ടും നിലച്ചു. ഇതോടെയാണ് വോട്ട് ചോദിക്കാൻ ആരും വരരുതെന്ന് പറഞ്ഞ് നാട്ടുകാർ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം നാട്ടുകാരെ എഴുന്നേൽപ്പിക്കാൻ സ്ഥലത്തെത്തിയ LDF സ്ഥാനാർത്ഥിയെ നാട്ടുകാർ തടഞ്ഞിരുന്നു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.